ഹായ് ഹലോ, എല്ലാവർക്കും ഷഹനാസ് ഹോം ബേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു യമ്മി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരു കപ്പിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാം. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ബാക്കി പോർഷനിലോട്ട് നമുക്ക് മൈദ നിറച്ച് കൊടുക്കാം. കൊക്കോ പൗഡറും മൈദയും കൂടി 1 കപ്പാണ് വേണ്ടത്. ഒരു കപ്പ് എടുത്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സാക്കി അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും ഒരു 50 ഗ്രാം ബട്ടറുമാണ് വേണ്ടത്. രണ്ടും കൂടി എടുത്തിട്ട് നമുക്കതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് 2 കോഴിമുട്ടയാണ് വേണ്ടത്. 2 കോഴിമുട്ട എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ പൊടിച്ചതല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിച്ചതെടുത്താൽ നമുക്ക് ബീറ്റർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കൈ വെച്ച് തന്നെ വിസ്ക് വെച്ച് തന്നെ നമ്മൾ മിക്സാക്കി എടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മതിയാവും. പക്ഷേ ഇതിപ്പോൾ ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ബീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് മിക്സ്ചർ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടി നമുക്ക് അതിലോട്ടിട്ട് കുറച്ചായിട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലേ നല്ല ച്യൂയി ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുറച്ചായിട്ടിട്ടിട്ട് നമ്മുടെ മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ പൊടിയും ഇടുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിരിക്കും. പക്ഷേ പാലും അങ്ങനെയൊന്നും ഒഴിച്ച് അതൊന്ന് ലൂസാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഞാനിവിടെ ഒരു 5 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് നമുക്ക് ടിന്നിലോട്ട് ബാറ്റർ ഒഴിക്കാം. ബാറ്റർ ഒഴിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തോട്ടും ആവുന്ന രീതിയിൽ ഒന്ന് ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ 40 to 45 മിനിറ്റ്സ് വരെ ആവും ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാനിത് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റാണ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റും കൂടി മുകളിൽ കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആവും. കുറച്ചും കൂടി യമ്മി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനിതിൻ്റെ അകം കാണിച്ചു തരാം. നല്ല യമ്മി ആയിട്ടുള്ള നല്ല ഒരു ച്യൂയി ആയിട്ടുള്ള ഒരു ടെക്സ്ചറായിരുന്നു. അതുപോലെ തന്നെ നല്ല സൂപ്പർ സ്മെല്ലും ഉണ്ടായിരുന്നു. ഉള്ളിൽ കാണുമ്പോഴേ അറിയാൻ പറ്റും അത്രയും നല്ലൊരു ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.